മിശിഹായിൽ പ്രിയ ഷേൺസ്റ്റാട്ട് കുടുംബാംഗങ്ങളെ, സഹോദരി സഹോദരന്മാരെ, ഉടമ്പടിയുടെ ദിനം ഒരിക്കൽ കൂടി കടന്നു വരികയാണ്. മെയ് 18 ഉടമ്പടിയുടെ ദിനമാണെന്ന് നമുക്കറിയാമല്ലോ. ഷേൺസ്റ്റാട്ട് കുടുംബാംഗങ്ങൾ എല്ലാ കപ്പേളകളിലേക്കും അന്നേ ദിവസം കടന്നു വരികയാണ്. ഉടമ്പടിയുടെ സുദിനത്തിൽ നമുക്കും നമ്മുടെ കപ്പേളകളിലേക്ക് പോകാം. പ്രൊവിഡൻസ് കപ്പേളയായ ഷേൺസ്റ്റാട്ട് കപ്പേളയിലേക്ക്, സിയോൺ സെൻട്രലിൽ നിലകൊള്ളുന്ന അനുഗ്രഹത്തിൻ്റെ കേദാരമായ ഷേൺസ്റ്റാട്ട് കപ്പേളയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. അന്നേ ദിവസം 5 മണിക്ക് വിശുദ്ധ ബലിയും അതിനുശേഷം കപ്പേളയിൽ വെച്ച് ഉടമ്പടി നവീകരണവും പ്രാർത്ഥനയും സമർപ്പണവും നമ്മൾ നടത്തുന്നു. എല്ലാ ഷേൺസ്റ്റാട്ട് കപ്പേളകളിലും ഉടമ്പടി ദിനത്തിൽ നമ്മൾ പോയാൽ അവിടെ കടലാസുകൾ കത്തിക്കുന്നത് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ടാകും. എന്താണ് അതിൻ്റെ അർത്ഥം എന്ന് പലപ്പോഴും പലരും ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം, പ്രിയമുള്ളവരെ, നമ്മൾ സമർപ്പിച്ച പ്രാർത്ഥനാ നിയോഗങ്ങൾ കർത്താവിൻ്റെ തിരുസന്നിധിയിലേക്ക് സമർപ്പിച്ചതിൻ്റെ അടയാളമായി നമ്മൾ എഴുതി ഇട്ട നിയോഗങ്ങളും അതോടൊപ്പം തന്നെ നമ്മുടെ സമർപ്പണവും അന്നേ ദിവസം നമ്മൾ ദൈവത്തിന് സമർപ്പിക്കുകയാണ്. തീജ്വാലയായി അത് മാറുമ്പോൾ തീർച്ചയായും അത് സമർപ്പണത്തിൻ്റെ അടയാളമാണ്. അത് ആകാശത്തിലേക്ക് ഉയരുന്ന ആ സമർപ്പണ വസ്തുക്കളിൽ കത്തി അമർന്ന് അതിൽ നിന്ന് ജ്വാലയായി ആ സമർപ്പിച്ച കാര്യങ്ങളെല്ലാം മാതാവിൻ്റെ തിരുസന്നിധാനത്തിൽ അമ്മയുടെ മധ്യസ്ഥം വഴിയായി ഈശോയുടെ സന്നിധിയിലേക്ക് സമർപ്പിക്കപ്പെടുന്നതിൻ്റെ അടയാളമാണ് നമ്മൾ ക്യാപിറ്റൽ ഓഫ് ഗ്രേസ്, അനുഗ്രഹ നിധിയിലേക്ക് നമ്മൾ സമർപ്പിച്ച നമ്മുടെ സമർപ്പണങ്ങൾ നമ്മൾ അന്നേ ദിവസം കത്തിക്കുന്നത് വഴിയായിട്ട് നമ്മൾ ചെയ്യുക. എപ്പോഴും പരിശുദ്ധ അമ്മയുമായിട്ടുള്ള നമ്മുടെ ഉടമ്പടി ജീവിതം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു സമർപ്പണമാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ നമ്മൾ ചിന്തിച്ചത്, അമ്മയെ കൂടാതെ എനിക്കൊന്നുമില്ല, എന്നെ കൂടാതെ അമ്മയ്ക്കൊന്നുമില്ല എന്ന സന്ദേശമാണ്. എന്നാൽ ഇപ്രാവശ്യം നമ്മൾ ചിന്തിക്കുക, എൻ്റെ സമർപ്പണം എന്താണ്? അമ്മയ്ക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യും? അമ്മ എന്നും എന്നോട് ഔദാര്യം കാണിച്ചിട്ടുണ്ട്, എന്നെ സ്നേഹിച്ചിട്ടുണ്ട്, എന്നെ അനുഗ്രഹിച്ചിട്ടുണ്ട്. ഉടമ്പടിയുടെ മധ്യസ്ഥയാണ്, വിശ്വസ്തയാണ്. എന്നാൽ എൻ്റെ ഭാഗത്തുനിന്ന് എനിക്ക് എന്ത് ചെയ്യാൻ സാധിച്ചു? അതാണ് ഞാൻ എൻ്റെ സമർപ്പണം വഴി നടത്തുന്നത്. ഒരുപക്ഷെ ഞാൻ കപ്പേളെ വന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടാകാം, ഒരുപക്ഷെ അമ്മയെപ്പോലെ മറ്റുള്ളവരെ സഹായിച്ചിട്ടുണ്ടാകാം, ഒരുപക്ഷെ കുറച്ച് സമയം ഞാൻ മൗനമായിരുന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടാകും. എന്തു തന്നെയായാലും അത് തന്നെയാണ് എൻ്റെ ഉടമ്പടിയുടെ സമർപ്പണം. അത് ഞാൻ മാതാവിന് സമർപ്പിച്ചു. അതിൻ്റെ അടയാളമായി കപ്പേളയിൽ വെച്ചിരിക്കുന്ന ഉടമ്പടി പ്രാർത്ഥന ചൊല്ലി, ആ ഉടമ്പടി പ്രാർത്ഥന ചൊല്ലിയതിന് ശേഷം അത് അവിടെ വെച്ചിരിക്കുന്ന കടലാസ് രേഖപ്പെടുത്തി അത് അവിടെയുള്ള ജാറിൽ നിക്ഷേപിച്ച് ആ ജാറിലുള്ള കടലാസിലുള്ള അപേക്ഷകളെല്ലാം ഉടമ്പടി കുർബാനയിൽ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം തേടി സമർപ്പിച്ചതിന് ശേഷം അന്നേ ദിവസം നമ്മളത് കത്തിച്ച് അത് മാതാവിന് സമർപ്പിച്ച് മാതാവിൻ്റെ മധ്യസ്ഥം വഴിയായി ദൈവാനുഗ്രഹം പ്രാപിക്കുന്ന സുന്ദരമായ നിമിഷങ്ങളാണ് ഉടമ്പടി ദിനത്തിൽ നമുക്കെല്ലാവർക്കുമുള്ളത്. ആയതിനാൽ പ്രിയപ്പെട്ട ഷേൺസ്റ്റാട്ട് കുടുംബാംഗങ്ങളെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, നമുക്കൊരിക്കൽ കൂടി ഈ ഉടമ്പടി ദിനത്തിൽ മെയ് 18 നമുക്കറിയാവുന്ന കപ്പേളകളിലേക്ക് നമുക്ക് പോകാം, നമുക്ക് സമർപ്പിക്കാം. അമ്മയെ കൂടാതെ ഞങ്ങൾക്കൊന്നുമില്ല എന്ന് നമുക്ക് പറയാം. അപ്പോൾ അമ്മ നമ്മളോട് പറയും, നിങ്ങളെ കൂടാതെ എനിക്കുമൊന്നുമില്ല, പോവുക, ലോകം മുഴുവനും പോവുക, എൻ്റെ പ്രവാചകരായി എൻ്റെ ദൗത്യം പൂർത്തീകരിക്കാനായിട്ട് സഹായിക്കുക. തീർച്ചയായും അമ്മ നമ്മുടെ കൂടെയുണ്ടാകും. ഉടമ്പടിയുടെ നാഥ ഒരിക്കൽ കൂടി ഉടമ്പടി സമർപ്പണത്തിനും നവീകരണത്തിനും സമർപ്പണത്തിനുമായി ഉടമ്പടിയുടെ ദിനത്തിൽ നമ്മെല്ലാവരെയും കാത്തിരിക്കുകയാണ്. അമ്മയുടെ ഭവനങ്ങളിലേക്ക്, കപ്പേളകളിലേക്ക്, ഷേൺസ്റ്റാട്ട് കപ്പേളകളിലേക്ക് നമുക്ക് യാത്രയാകാം, ഉടമ്പടി നവീകരിക്കാം. ദൈവം
പ്രസാദപരനാഥ വഴിയായി ഈശോ നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടി ഏവരെയും ഉടമ്പടി നവീകരിക്കുവാനും ഉടമ്പടി ദിനം കപ്പേളയിൽ വന്ന് ആഘോഷിക്കുവാനും ഉടമ്പടി ദിനത്തിൽ സമർപ്പിക്കുവാനും സ്വാഗതം ചെയ്യുന്നു. നല്ലവനായ ദൈവം നമ്മെ അനുഗ്രഹിക്കും.